ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കൂടുതലൊന്നും പറയാനില്ല. നമ്മളൊരു ആൻഡ്രോയിഡ് ഫോൺ യൂസേഴ്സ് ആണെങ്കിൽ നമുക്ക് ആൻഡ്രോയിഡ് ഫോണിൽ നമുക്ക് ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ ടൈം സേവ് ചെയ്യാൻ സാധിക്കുന്ന കുറച്ചധികം ട്രിക്സ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്തിട്ട് ഈ ട്രിക്സുകൾ നിങ്ങൾക്ക് അറിയുമോ അറിയില്ല എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളാം. പിന്നെ നിങ്ങൾക്ക് നിരവധി ആൾക്കാർക്ക് അറിയാത്ത ട്രിക്സുകളായിരിക്കും ഇത്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് മറക്കരുത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ട്രിക്ക്, ഇപ്പോൾ നമ്മളെ വെബ്സൈറ്റുകളിലും അതേപോലെ തന്നെ ക്രോം ബ്രൗസർ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രൗസറുകളോ വെബ്സൈറ്റുകളിലോ ആർട്ടിക്കിൾസോ അല്ലെങ്കിൽ ന്യൂസുകളോ വായിക്കാറുണ്ട്. ഇങ്ങനെ നമുക്ക് കുറേ ന്യൂസുകൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ കുറേ വായിക്കാനുണ്ടാകും. അപ്പോൾ നമുക്ക് വായിക്കാൻ ടൈമില്ലാത്തോ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത കളയാതെ. പക്ഷെ നമുക്കത് വായിച്ച് തീർക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇരുന്ന് വായിക്കും, നമ്മുടെ സമയം വേസ്റ്റ് ആകും. അതേപോലെ തന്നെ അത് വായിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനും സാധിക്കില്ല. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിന് ചെറിയൊരു സൊല്യൂഷനാണ്. നമുക്ക് സിമ്പിളായിട്ട് നമ്മളുടെ ആർട്ടിക്കിൾസോ അല്ലെങ്കിൽ ന്യൂസുകളോ ഏത് തന്നെയായാലും സിമ്പിളായിട്ട് നമുക്ക് വായിക്കുന്നതിന് പകരം ഓഡിയോ ആക്കാൻ പറ്റും. അതിന് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനൊന്നും നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് നമ്മളുടെ ആൻഡ്രോയിഡ് ഫോൺ, അതായത് ഗൂഗിൾ തന്നെ നമുക്ക് അതിനുള്ളൊരു ഓപ്ഷൻ നൽകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു വലിയ ആർട്ടിക്കിൾ വായിക്കാൻ നേരമില്ല, പക്ഷേ നമുക്കത് എന്തായാലും വായിക്കേണ്ട കാര്യമാണെങ്കിൽ ജസ്റ്റ് ഞാനിപ്പോൾ ഒരു ഏഷ്യാനെറ്റ് ന്യൂസിലൊരു പേജാണ്, അതായത് ഒരു ന്യൂസാണ്. ഈ ന്യൂസ് എനിക്ക് വായിക്കണം, പക്ഷേ ടൈമില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് കേൾക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ജസ്റ്റ് സിമ്പിളാണ്. ജസ്റ്റ് ഞാൻ പറയുന്ന പോലെ പറഞ്ഞാൽ മതി. ഹേ ഗൂഗിൾ, റീഡ് ദി ആർട്ടിക്കിൾ. ന്യൂസ് പ്രസാധകനിൽ നിന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഹേ ഗൂഗിൾ, ഗൂഗിൾ അസിസ്റ്റൻറ്റ് വിളിച്ചിട്ട് ജസ്റ്റ് ആ ആർട്ടിക്കിൾ ഒന്ന് റീഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഗൂഗിൾ അസിസ്റ്റൻറ്റ് നമ്മളുടെ ആർട്ടിക്കിൾ റീഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ ഒരു അസിസ്റ്റൻറ്റ് നമുക്ക് റീഡ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് രചയിതാവ്, വെബ് ടീം, എക്സൈറ്റ്, എക്സ്ക്ലൂസീവ് എന്നിവ ഉൾപ്പെടെ 2 വേരിയന്റുകളിൽ ലഭ്യമാണ്. അത് ഒരു ആർട്ടിക്കിൾ ഇങ്ങനെ റീഡ് ചെയ്തുകൊണ്ട് പോകണം. നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് റീഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് റീഡ് ചെയ്യിക്കാം. നമ്മളുടെ ഇഷ്ടാനുസരണം എവിടെ നിന്നാന്ന് വെച്ചാൽ ജസ്റ്റ് ആ ഗൂഗിൾ അസിസ്റ്റൻ്റ് കൊണ്ട് റീഡ് ചെയ്യിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ഇത് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വേണമെങ്കിൽ ബാക്ക് അടിച്ച് പോകാം. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളുടെ ആ ഒരു ഗൂഗിൾ അസിസ്റ്റൻ്റ് ആ ഒരു ആർട്ടിക്കിൾ റീഡ് ചെയ്യേണ്ടാക്കും. നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആ ഒരു ആർട്ടിക്കിൾ വീണ്ടും സെറ്റ് ചെയ്യാം. വേണമെങ്കിൽ 30 സെക്കൻഡ് മുമ്പോട്ടോ അല്ലെങ്കിൽ 10 സെക്കൻഡ് ബാക്കോട്ടൊക്കെ അടിക്കാം. വേണമെങ്കിൽ പോസ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും കാര്യത്തിന് വേണമെങ്കിൽ നമുക്ക് പോസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഒരു ആർട്ടിക്കിൾ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്ത് വേറെ ഏത് ആപ്പ് വേണമെങ്കിലും എടുക്കാം. നമുക്ക് അതിൻ്റെ ഇടയിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ നമുക്ക് ഒരു ആർട്ടിക്കിൾ മിസ്സാവുകയില്ല. നമുക്ക് സിമ്പിളായിട്ട് ആ ഒരു കാര്യം നമുക്ക് എന്താണോ കേൾക്കേണ്ടത്, എന്താണോ വായിക്കേണ്ടത്, ആ ഒരു കാര്യം ഗൂഗിള് നമുക്ക് കേൾപ്പിച്ച് തരും. അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഇതേപോലെ നിങ്ങൾ സിമ്പിളായിട്ട് ഇതേപോലെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കാര്യത്തിൻ്റെ ഇടയിലായാലും നമുക്ക് ഇതേപോലെയുള്ള ന്യൂസും ആർട്ടിക്കിളൊക്കെ സിമ്പിളായിട്ട് കേട്ടുകൊണ്ട് നമുക്കതെല്ലാം മനസ്സിലാക്കാനും അതേപോലെ തന്നെ നമുക്ക് ആ ഒരു ആർട്ടിക്കിളോ ന്യൂസോ ഒന്നും മിസ്സായി പോകാതിരിക്കും. അപ്പോൾ അടുത്തൊരു ട്രിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഗൂഗിൾ മാപ്പിലുള്ളതാണ്, അതായത് സ്ട്രീറ്റ് വ്യൂ നാവിഗേഷൻ. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക്, നമുക്കറിയാത്ത സ്ഥലത്തേക്ക് പോകാനാണെങ്കിൽ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് ഗൂഗിൾ മാപ്പ്. അതായത് ഈ മാപ്പിലൂടെ ഏതൊരു സ്ഥലത്തേക്കാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പോകാനുള്ള വഴി അത് കാണിച്ചു തരും. അപ്പോൾ ഈ ഒരു നമ്മൾ പോകുന്ന സ്ഥലം എങ്ങനെയാണെന്ന് നമുക്കൊരു കാണണമെങ്കിൽ, അതായത് അതിൻ്റെ ഒരു സ്ട്രീറ്റ് വ്യൂ നമുക്ക് കാണണമെങ്കിൽ നമുക്ക് അതൊരു ഗൂഗിൾ മാപ്പ് തന്നെ അതിലൊരു സെറ്റിങ്സ് നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഒരു സെറ്റിങ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോകാൻ പോകുന്ന സ്ഥലമോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും 360 ഡിഗ്രിയിൽ ആ ഒരു സ്ഥലം എങ്ങനെയാണെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, അപ്പോൾ നമ്മളുടെ ഗൂഗിൾ മാപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എവിടേക്കാണോ പോകേണ്ടത്, നമുക്കറിയാത്ത സ്ഥലത്തേക്ക് പോകുമ്പോഴാണല്ലോ നമ്മൾ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ആ ഒരു സ്ഥലം, ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ഥലമെന്ന് വെച്ചാൽ ജസ്റ്റ് ആ ഒരു സ്ഥലം നമ്മൾ ജസ്റ്റ് ഒന്ന് ഫൈൻഡ് ചെയ്യുക. അതായത് ജസ്റ്റ് ആ റൂട്ടൊന്ന് ഫൈൻഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഈ കാണുന്ന ഈ ഒരു ഐക്കൺ, സെർച്ച് ബട്ടൻ്റെ മുകളിലുള്ള ഒരു ഐക്കൺമ ക്ലിക്ക് ചെയ്ത് സ്ട്രീറ്റ് വ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ധാരാളം സർക്കിളുകൾ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ ആ ഒരു സർക്കിൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സ്ഥലത്തിൻ്റെ ഒരു 3 ഡയമെൻഷണൽ വ്യൂ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ജസ്റ്റ് ആ ഒരു സ്ഥലത്തിൻ്റെ 3 ഡയമെൻഷണൽ വ്യൂ.
അതല്ല നിങ്ങൾക്ക് ഒരു അടുത്ത സ്ഥലമാണ് വേണ്ടെങ്കിൽ ജസ്റ്റ് ഒരു അടുത്ത സർക്കിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ജംഗ്ഷൻ്റെ ഒരു 3 ഡയമെൻഷണൽ വ്യൂ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വേറെ ഏതെങ്കിലും ഒരു സ്ഥലം വേണമെങ്കിൽ ജസ്റ്റ് ഏതൊരു സ്ഥലത്തിൻ്റെ ആയാലും ആ ഒരു സ്ഥലത്തിൻ്റെ ഒരു 360 ഡിഗ്രി നമുക്കൊരു വ്യൂ നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇതേപോലെ നമുക്ക് ഏത് സ്ഥലമാണോ കാണാൻ പോകുന്ന ആ ഒരു സ്ഥലം എങ്ങനെയാണെന്ന് നമുക്ക് അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾക്ക് ഈ ഒരു സെറ്റിങ്സിലൂടെ നമുക്ക് കാണാവുന്നതാണ്. ആ ഒരു സ്ഥലത്തിൻ്റെ ഏരിയ എങ്ങനെയാണെന്ന് നമുക്ക് ഇതിലൂടെ 360 ഡിഗ്രിയും കാണാൻ പറ്റും ആ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു ജംഗ്ഷൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് സൂം ചെയ്യുമ്പോൾ കാണുന്ന ഈ ഒരു ജസ്റ്റ് ഈ സർക്കിളുകൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു സ്ഥലങ്ങളുടെ 3 ഡയമെൻഷണൽ വ്യൂ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു സെറ്റിങ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഭാവിയിൽ അല്ലെങ്കിൽ തുടർന്ന് നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളുടെ ഒരു 360 ഡിഗ്രി വ്യൂ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ആ ഒരു സ്ഥലം എങ്ങനെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ക്രോം ബ്രൗസർ യൂസ് ചെയ്യുന്നവർക്ക്, അതായത് നമുക്ക് ക്രോം ബ്രൗസറിൽ നിരവധി ടാബുകളാക്കി യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് ഓരോ ടാബിലും ഓരോ വെബ്സൈറ്റുകളായിട്ട് നമുക്കിങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ കാര്യം നമുക്ക് അതായത് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വെബ്സൈറ്റിലേക്ക് പോകണമെങ്കിൽ ഇത് ബാക്ക് അടിക്കാൻ ഇതൊരു ടാബാക്കിയിട്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള വെബ്സൈറ്റ് ആണെങ്കിൽ നീക്കിയിട്ട് അടുത്തൊരു ടാബിൽ നമുക്ക് പുതിയ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ധാരാളം വെബ്സൈറ്റുകൾ നമ്മൾ ടാബുകളിലാക്കിയിട്ടുണ്ടാകും. അപ്പോൾ ഓരോ ടാബിൽ നിന്ന് മറ്റൊരു ടാബിലേക്ക് പോകാൻ ഇങ്ങനെ നമുക്ക് ഭയങ്കര ടൈം വേസ്റ്റിംഗ് ആണ്. അപ്പോൾ അതിനായിട്ടൊരു സിമ്പിൾ ട്രിക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ക്രോമിൽ ധാരാളം ടാബുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഓരോ ടാബിലും മറ്റ് വെബ്സൈറ്റുകളാണ്, നമുക്ക് ആവശ്യമുള്ള വെബ്സൈറ്റുകൾ ഇടയ്ക്കിടയ്ക്ക് കയറേണ്ട വെബ്സൈറ്റുകളാണ്. നമ്മൾ സാധാരണ ചെയ്യുക ജസ്റ്റ് ഒരു ടാബ് എടുത്തിട്ട് മറ്റേ വെബ്സൈറ്റിലേക്ക് പോകും. അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് നമുക്ക് ഏത് ഒരു വെബ്സൈറ്റും സിമ്പിളായിട്ട് നമുക്ക് ടാബുകൾ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് ജസ്റ്റ് ഈ ടാബിൻ്റെ ഈ ഒരു മുകളിലെ ഒരു ഐക്കൺ ജസ്റ്റ് പിടിച്ചൊന്ന് സ്വൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഓരോ ടാബിലേക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് മാറാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ മിക്കവാറും പേർക്ക് അറിയാം, ജസ്റ്റ് എന്നാലും അറിയാത്തവരുണ്ടാകും. നിങ്ങൾക്കറിയാമെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഓരോ ടാബിൽ നിന്നും ജസ്റ്റ് ഒറ്റ സ്വൈപ്പിലൂടെ നമുക്ക് മറ്റൊരു ടാബിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രിക്ക്, നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്ന എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ആഡ്. അതായത് ഏതൊരു സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിരവധിയായി ആഡുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ആഡുകൾ ബ്ലോക്ക് ചെയ്യാൻ നമുക്ക് കഴിയാറില്ല. ഈ ഒരു ആഡുകൾ എങ്ങനെ ബ്ലോക്ക് ചെയ്യാമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ ഒരു ആഡുകൾ ഏതൊരു വെബ്സൈറ്റ് എടുത്താലും ഇതേപോലെ നിരവധി ആഡുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ ആർട്ടിക്കിളുകൾ നോക്കി കഴിഞ്ഞാൽ ഇടയിൽ ആഡുകൾ, ഈ ഒരു ആഡുകളൊക്കെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വളരെ സിമ്പിൾ മെത്തേഡാണ്. നമുക്ക് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് നമ്മളുടെ വെബ്സൈറ്റുകളിൽ വരുന്ന ആഡുകൾ ബ്ലോക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു വെബ്സൈറ്റ്, അപ്പോൾ ഈ ഒരു ന്യൂസിൻ്റെ വെബ്സൈറ്റാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റുകൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ധാരാളം ആഡുകൾ ഈ ഒരു വെബ്സൈറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ആഡുകളൊക്കെ നമ്മളുടെ റീഡിങ്ങിനെയോ എന്തിനായാലും ജസ്റ്റ് ഒന്ന് ബാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു സിമ്പിൾ വേയിലൂടെ നമുക്ക് ഈ ഒരു ആഡുകൾ എല്ലാം തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് അവിടെ ബ്ലാങ്ക് സ്പേസ് ആക്കി. അതിനായിട്ട് ജസ്റ്റ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ആ സെർച്ച് ബാറിൽ പ്രൈവറ്റ് DNS എന്ന് സെർച്ച് ചെയ്യുക. അത് മുകളിൽ വന്നിട്ടുണ്ട്. ജസ്റ്റ് ആ പ്രൈവറ്റ് DNS ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റെഡ്മി, ഷോമി അതേപോലെ തന്നെ റിയൽമി ഫോണുകളിലൊക്കെയാണെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതേപോലെ ഒരു ഇൻ്റർഫേസ് വരും. സാംസങ്ങിലാണെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി നമ്മൾ പ്രസ് ചെയ്യേണ്ടി വരും. അതായത് പ്രൈവറ്റ് DNS നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു ഓപ്ഷൻസ് വരും. അതിൽ വീണ്ടും പ്രൈവറ്റ് DNS നമ്മൾ സെലക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു പ്രൈവറ്റ് DNS മിക്കവരുടെ ഫോണിൽ ഓഫ് അല്ലെങ്കിൽ ഓട്ടോ ആയിരിക്കും. അപ്പോൾ ഏറ്റവും അടിയിൽ പ്രൈവറ്റ് DNS പ്രൊവൈഡർ ഹോസ്റ്റ് നെയിം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാരും ജസ്റ്റ് ഒന്നും ടൈപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ അതിൽ dns.adguard.com എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യുക. അപ്പോൾ ഇതൊരു സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി മുതൽ നമ്മളുടെ വെബ്സൈറ്റുകളിൽ കാണിക്കുന്ന ആഡുകൾ ഇതിനി ബ്ലോക്ക് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇനി നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ആഡ് ഉണ്ടായിരുന്ന സ്ഥലത്തൊക്കെ ഇപ്പോൾ ഒരു ബ്ലാങ്ക് സ്പേസും അതേപോലെ തന്നെ ആഡുകളൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ നമുക്ക് ഇനി ആ ഒരു ആർട്ടിക്കിളോ എന്ത് വെബ്സൈറ്റിൽ എന്ത് വായിക്കുകയാണെങ്കിലും നമുക്ക് ആ ഒരു ആഡിൻ്റെ ഡിസ്റ്റർബൻസ് ഒന്നും തന്നെ നമുക്ക് ഉണ്ടാകില്ല. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ആഡുകൾ വരാറുണ്ട്. നമുക്ക് ഇഷ്ടമില്ലാത്ത തരത്തിലുള്ള ആഡുകൾ വരാറുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള ആഡുകളെയൊക്കെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് ബ്ലോക്ക് ചെയ്യാവുന്നതാണ്. ഏതൊരു വെബ്സൈറ്റിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതൊരു വേറെ നേരത്തെ കണ്ട വെബ്സൈറ്റല്ല, ഏതൊരു വെബ്സൈറ്റിലായാലും നമുക്ക് ഇതേപോലെ ആഡുകൾ കാണാൻ സാധിക്കും.
അപ്പോൾ ഇന്ന വെബ്സൈറ്റ് ഒന്നുമില്ല, എല്ലാ വെബ്സൈറ്റിലെ ആഡുകളും നമ്മളിത് ചെയ്യുന്നതിലൂടെ ബ്ലോക്ക് ആവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നതിന് മുമ്പുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ആ ഒരു ആഡുകളുള്ള സ്ഥലത്തൊക്കെ തന്നെ ബ്ലാങ്ക് സ്പേസ് വരും നമുക്ക്. അതേപോലെ തന്നെ ആഡുകളൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യും. ചില ആഡുകളൊക്കെ നമുക്ക് ഇഷ്ടമില്ലാത്ത തരത്തിലുള്ള ആഡുകളായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ആഡുകളൊക്കെ തന്നെ നമുക്ക് ഈ ഒരു ഓപ്ഷനിലൂടെ നമുക്ക് എല്ലാ തരത്തിലുള്ള ആഡുകളും വെബ്സൈറ്റിൽ നിന്ന് റെസ്ട്രിക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ പോയി ചെയ്യേണ്ടതാണ്. കാരണം നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ് ആഡ്. അപ്പോൾ ഈ ട്രിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി മുതൽ നമുക്ക് ഏതൊരു വെബ്സൈറ്റിലായാലും ആഡുകൾ കാണിക്കില്ല. ജസ്റ്റ് അവിടെ ഒരു ബ്ലാങ്ക് സ്പേസുകൾ മാത്രമേ കാണിക്കുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാ ആഡുകളും നമുക്ക് ബ്ലോക്ക് ചെയ്യാം. എന്തായാലും ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു ട്രിക്കാണ്. ബാക്കിയുള്ള ട്രിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താൽ മതി. പക്ഷേ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കേണ്ട കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കിയത് കുറച്ച് ആൻഡ്രോയിഡ് ഫോണുകളിലെ കുറച്ച് ട്രിക്സുകളാണ്. ഞാൻ ലാസ്റ്റ് പറഞ്ഞ ട്രിക്ക് എന്തായാലും നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഫോണിൽ എനേബിൾ ചെയ്തിടണം. അതെന്തായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ട്രിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയി കണ്ടുമുട്ടും വരെ ബൈ ബൈ.